ഈ കാണുന്നത് ഫുള്ളും വെള്ളത്താമര കേട്ടോ. വെള്ളത്താമര ഞങ്ങളുടെ അവിടെയൊക്കെ ആദ്യം നിറച്ച് ചെന്താമരയായിരുന്നു. ഇതിപ്പോൾ ഇവിടെ വെള്ളത്താമരയാണ്. പണ്ടൊക്കെ ഞങ്ങൾ കുഴി വെറ്റിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ കിഴങ്ങ് പറിച്ച് തിന്നിട്ടാണ് വിശപ്പടക്കായിരുന്നു. അതേ വെള്ളത്താമര. ഇതിൻ്റെ പൂവ് കൊഴിഞ്ഞ് പോയിട്ടുണ്ടാവണ വിത്താണ് കേട്ടോ ഈ കാണുന്നത്. കണ്ട ഇത് വലിയ വിത്താട്ടാ. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഈ പാടം നിറച്ച് ഈ താമരയായിരുന്നു. ഈ തവണ വന്നപ്പോൾ കുറഞ്ഞു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കുഴിയിൽ ചണ്ടി നിറഞ്ഞു, പുല്ലും ചണ്ടിയൊക്കെ നിറഞ്ഞു പോയിട്ട് എനിക്ക് വളരാൻ പറ്റാണ്ടായപ്പോഴാണ് ഇത് കുറഞ്ഞു വന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ നിറഞ്ഞാൽ അതുമാതിരി വിത്ത് ഉണ്ടായിരുന്നു. ഈ വിത്ത് കൊഴിഞ്ഞ് വീണ് പിന്നെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ പുല്ലും കാടൊക്കെ ആയിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ താമരയുടെ വളർച്ച പോയി. അത് നല്ല വലിപ്പമുള്ള കുരുകളാട്ടോ അതിൻ്റെ. സംഭവം കണ്ടപ്പോൾ വിത്ത് കണ്ടപ്പോൾ ഞാൻ കുറേ പറിച്ചെടുത്തു കേട്ടോ. വീട്ടിലൊന്ന് പിള്ളേർക്കൊക്കെ കൊടുക്കാമല്ലോ. എന്തായാലും നല്ല അടിപൊളി സാധനം കേട്ടോ ഇതൊക്കെ. കുറേ കാലം ഇതൊക്കെ കഴിച്ചിട്ട്. സാധാരണ ഇതിൻ്റെ കിഴങ്ങൊക്കെ പറിച്ച് ഞങ്ങൾ കൊടുക്കാറ് പതിവ്. കിഴങ്ങ് പറിച്ച് കെട്ടുകളാക്കി ഞങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ കിഴങ്ങൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. അത് കണ്ട കപ്പലണ്ടി വരുവാ ഈ സാധനം. ഇതിൻ്റെ ഉള്ളിലത്തെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ മുള വന്നത് എടുത്ത് കളഞ്ഞില്ലേ നമുക്കൊരു കയ്പ്പ് വരും കേട്ടോ. കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സാധനം എടുത്ത് കളയുന്നത്. കണ്ട ഇത് കുറേ കാലമായി ഞാൻ തിന്നിട്ട്. എന്തായാലും ഈ സാധനം തിന്നാൻ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.